ഇത് കേരളമാണ്. ഇതിനു മുൻപ് ഞാൻ പറയാം, ഇത് കേരളമാണ്. കവിയൂരും കിളിരൂരും ചർച്ച ചെയ്യപ്പെട്ടപ്പോൾ ഇതിനേക്കാൾ വലിയ കൊമ്പന്മാരെ കേരളത്തിന്റെ മണ്ണിൽ തടഞ്ഞിട്ടുണ്ട്. അപ്പൊ UDFന്റെ സ്ഥാനാർത്ഥി മര്യാദ പാലിച്ചുകൊണ്ട്, സംയമനം പാലിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് രംഗത്ത് നിൽക്കുമ്പോൾ എന്റെ പാർട്ടിയിൽപ്പെട്ട ഒരു കൗൺസിലർ ഒരു പെൺകുട്ടിയെ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ അതിന് ന്യായീകരണ തൊഴിലാളിയായി വർത്തിക്കേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് അമ്മമാരുടെ മുന്നിൽ നിങ്ങൾ ഇനി വീണ്ടും വീണ്ടും ചോദ്യം ചോദിക്കേണ്ട, ചോദിച്ചാൽ ഞാൻ തിരിഞ്ഞു നടക്കുകയാണ് ചെയ്യുക. നിങ്ങൾ ഒരു ചോദ്യം, ഒരു 4 പേര് ഒരേ ചോദ്യം ചോദിച്ചുകൊണ്ട് യാതൊരു കാര്യവുമില്ല. മാപ്പ് പറഞ്ഞിരിക്കണം. UDFന്റെ സ്ഥാനാർത്ഥി മാപ്പ് പറയണം. ഞാൻ രാവിലെ പറഞ്ഞ വാക്കുകൾ സ്ത്രീ സമൂഹത്തെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് മാപ്പ് പറയാൻ UDFന്റെ സ്ഥാനാർത്ഥി തയ്യാറാണ്. തടയുന്നില്ല. അവിടെ എല്ലാ ജനാധിപത്യ സംവിധാനം ഉൾപ്പെടെ ഉപയോഗിച്ചാണ് അവർ. UDFന്റെ ശക്തി കേന്ദ്രങ്ങൾ എങ്ങനെ തടയുക? സോളാർ കേസ് ചർച്ച ചെയ്ത കേരളല്ലേ ഇത്? അല്ലല്ല, ഞാൻ പറയാം, ഈ സ്ഥാനാർത്ഥിക്കെതിരെ പ്രതിഷേധിക്കാൻ ഈ അമ്മമാർക്ക് അവകാശമില്ല. അല്ല, ഞാൻ പറഞ്ഞ പോയിന്റ്, നിങ്ങൾ ബലാത്സംഗത്തെ അനുകൂലിക്കുന്നവരാണോ കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ? ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഇങ്ങനെ ചോദിക്കുന്ന ചോദ്യത്തിന് മാത്രം ഉത്തരം പറഞ്ഞാൽ പോലെ ഞാൻ ചോദിക്കുകയാണ്. കേരളത്തിൽ ഇത്രയും നീചമായ, നികൃഷ്ടമായ രീതിയിൽ അച്ഛനും അമ്മയും ഇല്ലാത്ത ഒരാളാണ് ഞാനെന്നും എനിക്ക് വേണ്ടി പറയാൻ ആരുമില്ലെന്നും എന്നെ ക്രൂരമായിട്ട് പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടെന്നും ഞാൻ പീഡനത്തിന് വിധേയമാകുന്ന മുറിയിൽ വെച്ചുകൊണ്ട് വീഡിയോ കോൾ വിളിച്ച് ആശാൻ ഷാഫി പറമ്പിലിന് എന്നെ കാണിച്ചു കൊടുക്കുകയായിരുന്നു പ്രക്ഷോഭം എന്ന് പറഞ്ഞതിന് ശേഷം അത് ചർച്ച നടക്കുന്ന ഈ പാലക്കാടിന്റെ മണ്ണിൽ വ്യക്തിപരമായിട്ടാണ് ഓരോരുത്തരുടെയും വിഷയം കാണേണ്ടത് എന്നാണോ ഒരു സ്ഥാനാർത്ഥി പറയേണ്ടത്? അങ്ങനെയാണോ ഒരു സ്ഥാനാർത്ഥി പ്രതികരിക്കേണ്ടത്? അപ്പൊ സ്ഥാനാർത്ഥിയുടെ നാക്ക് സൂക്ഷിച്ച് സ്ഥാനാർത്ഥി ഉപയോഗിച്ചാൽ സ്ഥാനാർത്ഥിക്ക് സുഗമമായിട്ട് ഈ പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോകാം എന്ന് മാത്രമേ ആ വിഷയത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളൂ. അമ്മമാർ എന്ത് നടപടി സ്വീകരിക്കും, അമ്മമാർ എങ്ങനെ പ്രതികരിക്കും എന്നതിന്റെ മൊത്തത്തിലുള്ള ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന ഒരു ജോലിയല്ല എനിക്കുള്ളത്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, സ്ത്രീയെ അപമാനിച്ചാൽ രാഹുൽ മാങ്കൂട്ടം എത്ര സ്ത്രീകളെ അപമാനിച്ചു, എത്ര സ്ത്രീകളെ പീഡിപ്പിച്ചു, എത്ര സ്ത്രീകൾക്ക് ഇവിടെ മാനഹാനി ഉണ്ടാക്കി, കേരളത്തിന് അപമാനമുണ്ടാക്കി, പാലക്കാടിന് അപമാനമുണ്ടാക്കി. എന്ത് നടപടി ഉണ്ടായി? എന്താ ഉണ്ടായത്? എന്തെങ്കിലും നടപടി ഉണ്ടായോ? അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് ബലാത്സംഗ വീരന്മാർക്ക് സപ്പോർട്ട് കൊടുക്കുന്നവരുടെ അവർക്ക് വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങളുമായിട്ട് എന്റെ അരികിലേക്ക് വരണ്ട. ബാക്കി മറ്റു കാര്യങ്ങൾ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. നാളെയും ഈ തടയലുണ്ടാവും.